പാദമേത്തിൽ നീ ചൊരിഞ്ഞ രക്തത്തുള്ളികളാ രത്നങ്ങളെ ശേഖരിക്കാൻ നീ തുണയ്ക്ക നിനക്കവ കാഴ്ചവച്ചിടാ നീ തുണയ്ക്ക നിനക്കവ കാഴ്ചവച്ചിടാ. സ്നേഹം എന്ന വാക്കിൻ്റെ പൂർണ്ണ അർത്ഥം, പൂർണ്ണ രൂപം അത് ക്രിസ്തുവാണ്. അതവിടുന്ന് കാണിച്ചു തന്നത് കാൽവരി മലയിൽ കുരിശിലെ ബലി വഴിയാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ മരത്തോണിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് നെഞ്ച് കീറി ചങ്ക് പിളർന്ന് അവിടുന്ന് കാണിച്ചു തന്നതാണ് യഥാർത്ഥ സ്നേഹം, ഒരപ്പൻ്റെ സ്നേഹം. നമ്മളെ മാത്രം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി തന്ന ആ ഈശോയുടെ മുഖം നമുക്ക് കാണാം. ആ കണ്ണിൽ നോക്കി നമുക്ക് പറയാം, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ മുഖത്ത് നോക്കി പറയാം, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒന്നാം സ്ഥലം, ഈശോ മിശിഹായി മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. എൻ്റെ ഈശോയെ, കൈകൾ ബന്ധിക്കപ്പെട്ട് മുൾമുടി അണിഞ്ഞ് ചാട്ടവാറടിയേറ്റ് പിച്ചു ചീന്തിയ അങ്ങയുടെ ശരീരം ഞാൻ കാണുന്നു. എൻ്റെ ഹൃദയം ഇപ്പോൾ വേദനിക്കുന്നു. അനന്തജ്ഞാനിയായ ഈശോയെ, അങ്ങ് പൊടിയും ചാരവുമായി പീലാത്തോസിൻ്റെ മുൻപിൽ നിശബ്ദനായി തലകുനിച്ചു നിന്നത് എന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ അഗാധമായ സ്നേഹത്തിന് പ്രതിഫലമായി ഞാൻ എന്തു നൽകും? ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് നൽകുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഭാരമേറും ക്രൂശു തൻ്റെ തിരുത്തോളിലേറ്റി സോദരരെ താൻ ചുമക്കും ക്രൂശു നമ്മൾ ചെയ്ത പാപഭാരമല്ല
രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, അങ്ങ് ഏറ്റെടുത്ത കുരിശിൻ്റെ ഭാരം വെറും മരത്തടിയുടെ ഭാരം മാത്രമായിരുന്നില്ലല്ലോ. ആദ്യ മനുഷ്യൻ്റെ പാപം മുതൽ അവസാന മനുഷ്യൻ വരെ ചെയ്യുന്ന പാപത്തിൻ്റെ ഭാരമാണല്ലോ അവിടുന്ന് ചുമന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഏകാന്തതയുടെ വേദനയും പേറി അവിടുന്ന് നടന്നത് സകല മനുഷ്യരുടെയും രക്ഷ മുൻപിൽ കണ്ടുകൊണ്ടാണല്ലോ. കഠിനവേദനയിലും സ്നേഹത്തോടെ കുരിശു വഹിച്ചത് എൻ്റെയും കൂടി രക്ഷയെ പ്രതിയാണല്ലോ. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൂടെ നടക്കുവാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി കല്ലുകൾ നിറഞ്ഞ വഴിയിൽ അവിടുന്ന് മുഖം കുത്തി വീഴുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ മുറിവിൽ കൂർത്ത കല്ലുകളും മണൽത്തരികളും ആഴ്ന്നിറങ്ങി. അവിടുന്ന് അനുഭവിച്ച വേദന എത്ര വലുതായിരുന്നു. ഇന്നും അനേകം വീഴ്ചകളിലൂടെ എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അങ്ങയുടെ ഹൃദയം വേദന കൊണ്ട് വിങ്ങുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാൻ എൻ്റെ പാവങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. പാവങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഈശോയെ, വിശുദ്ധയിൽ എന്നെ കാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കാണുന്നേ
ഈശോ മിശിഹ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നെഞ്ചുപൊട്ടുന്ന വേദനയിലും നിശബ്ദമായ കൂടിക്കാഴ്ച അങ്ങേക്ക് പകർന്നത് ഇത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അമ്മ ആശ്വസിച്ചത് ദൈവഹിതം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ടാണ്. ഈശോയെ, പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അവനോട് കൂടെ നടക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ക്രൂശീവം താൻ ചുമന്നാൻ ജീവനോടെ തന്നെ ക്രൂശിക്കുവാൻ സാധ്യമല്ല ഇന്നോർത്തവർ ശ്ലീവ ചുമക്കാൻ ശീമോനെ നിയോഗിക്കുന്നു. ശ്ലീവ ചുമക്കാൻ ശീമോനെ നിയോഗിക്കുന്നു. ശീമോനെ പോലെ ഞങ്ങൾ നിൻ പുറകെ ക്രൂശും താങ്ങിക്കൊണ്ടു വന്നിടട്ടെ യേശുനാഥ. ഭാഗ്യവാന്മാരായിടട്ടെ നിൻ കാരുണ്യത്താൽ. ഭാഗ്യവാന്മാരായിടട്ടെ നിൻ കാരുണ്യത്താൽ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒരടി പോലും നടക്കാൻ കഴിയാതെ വിറയ്ക്കുന്ന കാലുകളോടെ കുരിശ് ചുമക്കുന്ന അങ്ങേ സഹായിക്കാൻ നിർബന്ധിതനായ ശിമയോന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ കാണുന്നു. എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെടുന്ന അവസരങ്ങൾ ധാരാളമുണ്ട് ഈശോയെ. എൻ്റെ അധ്വാനം വഴി പരിപോഷിക്കപ്പെടേണ്ട അനേകം ജീവിതങ്ങൾ എൻ്റെ ചുറ്റിലുമുണ്ട്. അവരുടെ മുഖത്തെല്ലാം അങ്ങേ ദർശിച്ച് അവർക്ക് വേണ്ടി കുരിശ് ചുമക്കുവാൻ എന്നെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. സ്വർഗീയ ദീപ്തി ചിന്തും സുന്ദരമാമുഖം മാനമായി ഭക്തയായ വേറോനിക്ക സ്നേഹഭക്ത്യ തുടയ്ക്കുന്ന തൻ തിരുമുഖം. സ്നേഹഭക്ത്യ തുടയ്ക്കുന്നു
ആറാം സ്ഥലം. വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, പീഡാസഹനങ്ങളാലും വീഴ്ചകളാലും വികൃതമായ അങ്ങയുടെ തിരുമുഖം ഞാനിപ്പോൾ കാണുന്നു. അധികം പേരും അങ്ങയെ കരുണയില്ലാതെ നോക്കി നിന്നു. എന്നാൽ വേദനിക്കുന്ന ഹൃദയത്തോടെ ഒരു തുവാല കൊണ്ട് അങ്ങയുടെ തിരുമുഖം തുടയ്ക്കുന്ന വേറൊനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഞാൻ കാണുന്നു. ഈശോയെ, ഞങ്ങളുടെ സ്നേഹമില്ലാത്ത പ്രവൃത്തികൾ അങ്ങയുടെ മുഖം ഇപ്പോഴും വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. വേദനിക്കുന്ന മുഖം അതൊപ്പിയെടുക്കുന്ന, ആ വേദനകൾ മാറ്റുന്ന, ആ മുറിവുണക്കുന്ന, ആ മുറിവിൽ തലോടുന്ന ഒരു തുവാലയായി മാറാൻ ഞാനിത് ആഗ്രഹിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വീണ്ടും താൻ ക്രൂശിൻ കീഴായി വാടിത്തളർന്നിത വീഴുന്നയ്യോ. ചന്തമേറും തൻ മുഖവും കൈകാലുകളും കല്ലിൽ മുട്ടി പൊട്ടിക്കീറുന്നു. കൈകാലുകളും കല്ലിൽ മുട്ടി പൊട്ടിക്കീറുന്നു. ഈശോയേ, വീണ്ടും ഞങ്ങൾ ചാവുദോഷത്തിൽ വീണതിനാൽ അല്ലയോ നീ വീണ ദൈവം. ഞങ്ങളെ നിൻ തൃക്കൈ നീട്ടി രക്ഷിക്കണമേ. ഞങ്ങളെ നിൻ തൃക്കൈ നീട്ടി രക്ഷിക്കണമേ. ഏഴാം സ്ഥലം. ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൻ്റെ ഭാരത്താൽ ക്ഷീണിച്ച ശരീരവുമായി അങ്ങ് കുരിശിൻ്റെ വഴിയിൽ രണ്ടാം പ്രാവശ്യം വീഴുന്നതായി ഞാൻ കാണുന്നു. കർത്താവെ, അങ്ങ് വീണ്ടും എഴുന്നേൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ഞാൻ ധ്യാനിക്കുന്നു. എൻ്റെ മുഖം അങ്ങ് കാണുന്നു. എൻ്റെ രക്ഷ അങ്ങ് ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ ഹിതം അങ്ങ് നിറവേറ്റുന്നു. തളർന്നു വീണ അങ്ങ് എനിക്ക് വേണ്ടി എഴുന്നേറ്റതുപോലെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കർത്താവിൻ പീഡകളെ കണ്ടതുലം സഹതാപമോടെ ഭക്തസ്ത്രീ
സ്ഥലം ഈശോ മിശിഹ ഓസ്ലേം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രാജാതിരാജനായി അങ്ങ് എഴുന്നള്ളി വന്ന വഴിയിലൂടെ നിന്ദനമേറ്റ് എൻ്റെ പാപത്തിൻ്റെ ഭാരവും പേറി തളർന്ന അങ്ങയുടെ മുഖം ഞാൻ കാണുന്നു. സ്വയം വേദനകൾ ഏറ്റെടുക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞാനിപ്പോൾ ധ്യാനിക്കുന്നു. എൻ്റെ ഈശോയെ, സ്വയം മറന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനും എന്നെ പ്രാപ്തിയാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ദിവ്യാഭാ ചിന്തിടുന്ന നിൻമുഖാബ്ജം കുത്തി മൂന്നാമതും വീഴുന്നീശോ നീജയുത നാലുപാടും വലിക്കുന്നു ചവിട്ടുന്നയോ, നാലുപാടും വലിക്കുന്നു ചവിട്ടുന്നയോ. ചേറ്റിലൊരു റോസാപ്പൂ പോൽ വീണുഴലും മമ ജീവനാഥ, ഘോരമായ നിത്യാഗ്നിയിൽ വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുൻപോട്ട് നീങ്ങാൻ അല്പം പോലും ശക്തിയില്ലാതെ തളർന്നു വീഴുന്ന ഈശോയെ, കൂർത്ത കല്ലുകളിൽ വീണു പിടയുന്ന അങ്ങയുടെ ശരീരം ഞാൻ കാണുന്നു. അങ്ങ് വീണ്ടും എഴുന്നേൽക്കുകയാണ് എനിക്ക് വേണ്ടി. ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന പാപങ്ങളിൽ നിന്നും എഴുന്നേൽക്കുവാൻ വേണ്ടി അങ്ങ് വീണ്ടും മുൻപോട്ട് നടക്കുകയാണ്. ഞാൻ തളർന്നുപോയ ഇടങ്ങളിൽ നിന്നും പ്രത്യാശയുടെ വഴികളിൽ നടക്കുവാൻ വേണ്ടി എന്നെ ഇത്രമാത്രം കരുതുന്ന ഈശോയെ, അങ്ങയുടെ കൈ പിടിച്ച് അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ എന്നെ പൂർണ്ണമായും ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ചിന്നായ്ക്കൾ കുഞ്ഞാടിൻ്റെ തോലുരിഞ്ഞു മാന്തി കീറും പോലെ രക്തം മൂലം ദേഹത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാവ ഉരിഞ്ഞിടുന്നു. ഒട്ടിച്ചേർന്ന വസ്ത്ര
10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, രക്തത്താൽ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയും നഗ്നനാക്കപ്പെട്ടപ്പോൾ അങ്ങ് ഏറ്റെടുത്ത അപമാനഭാരവും ഞാനിപ്പോൾ ധ്യാനിക്കുന്നു. അങ്ങ് നഗ്നനാക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ വിശുദ്ധയായി തീരുവാൻ വേണ്ടി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്ലീവാമേൽ താൻ കിടന്നു, യൂദർ കൈകാലുകളാണികളാൽ ക്രൂശിൽ ചേർത്തു തറയ്ക്കുന്നു. പ്രാണവേദനയാൽ ഈശോ വിലപിക്കുന്നു. പ്രാണവേദനയാൽ ഈശോ വിലപിക്കുന്നു. ചുറ്റികയിൻ ശബ്ദവും താൻ ആർത്തനാദവും മുഴങ്ങുന്നിതാ. ഈശോയേ, ഘാതകരാ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, രക്ഷിക്കണമേ. ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, രക്ഷിക്കണമേ. പതിനൊന്നാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, മരക്കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെടുന്ന അങ്ങയുടെ വേദന ഞാനിപ്പോൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു. എനിക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഈശോയെ, അങ്ങയുടെ കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ക്രൂശിന്മേൽ ആണികളിൽ നഗ്നനായി തൂങ്ങി മരിക്കുന്നീശോ. പ്രീശന്മാരും സാപ്രേന്മാരും താഴെ നിന്നു നിന്ദിച്ചു കൊണ്ടാനന്ദിക്കുന്നു. താഴെ നിന്നു നിന്ദിച്ചു കൊണ്ടാനന്ദിക്കുന്നു. മാതാവും യോഹന്നാനും മഗ്ദലനയോടു ചേർന്നു നിൽക്കും. ക്രൂശിൻ താഴെ പോയി നിൽക്കാം. തന്റെ രക്തം വീണു നാമം നിർമ്മലരാകും. തന്റെ രക്തം വീണു നാമം നിർമ്മലരാകും. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ
വീണ്ടും രക്ഷിച്ചു. സകല പീഡകളും ഏറ്റെടുത്ത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എല്ലാം പൂർത്തീകരിച്ച അങ്ങയുടെ മരണം ഞാനിപ്പോൾ ധ്യാനിക്കുന്നു. അങ്ങ് രക്തം ചിന്തി വളർത്തിയ അങ്ങയുടെ മൗതിക ശരീരമായ സഭയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയുടെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ എന്നെ പ്രാപ്തിയാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ചെന്താമര പുഷ്പമൊരു വെൺതാമര പൂവിൽ ചേർത്തതു പോ തൻ സുതന്റെ അമ്മ മടിയിൽ കിടത്തി ചുംബിക്കുന്നിതാ. അമ്മ മടിയിൽ കിടത്തി ചുംബിക്കുന്നിതാ. മാതാവേ, മൃത്യുവിങ്കൽ നിൻ പുത്രർ ഞങ്ങളെ നിൻ മടിയിൽ ചേർക്കുവാനും ഞങ്ങളുടെ ആത്മാക്കളെ കൈക്കൊള്ളുവാനും വന്നിടണമേ. ആത്മാക്കളെ കൈക്കൊള്ളുവാനും വന്നിടണമേ. 13 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഈശോയുടെ ജീവനറ്റ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ അനുഭവിച്ച ആ വേദന ഞാനിപ്പോൾ ധ്യാനിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏകാന്തതയിൽ ക്രൂശിതനായ ഈശോയെ അമ്മ ചേർത്ത് പിടിച്ചതുപോലെ എന്നെയും ചേർത്ത് പിടിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥന്റെ ദിവ്യദേഹം സംസ്കരിച്ചിടുന്നു ശിഷ്യരിതാ. പാപത്തിൽ നാം ആത്മാവിനെ താഴ്ത്തിയതല്ലയോ ഇതിൻ കാരണമോർപ്പിൻ. താഴ്ത്തിയതല്ലയോ ഇതിൻ കാരണമോർപ്പിൻ. ഈശോയേ, നിൻ കല്ലറ ഭക്തിയോടെ മുത്തും ഞങ്ങളോടെ. ആത്മാക്കളെ മൃത്യുവിങ്കൽ നിന്റെ ദിവ്യഹൃദയത്തിൽ സംസ്കരിക്കണേ. നിന്റെ ദിവ്യഹൃദയത്തിൽ സംസ്കരിക്കണേ. 14 സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാ പീഡകളും ഏറ്റെടുത്ത് സഹിച്ച് മരിച്ച എൻ്റെ ഈശോയെ അങ്ങേ കല്ലറയിൽ സംസ്കരിക്കുന്നത് ഞാൻ ധ്യാനിക്കുന്നു. അങ്ങ് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടപ്പോൾ
എൻ്റെ സകല പാപങ്ങളും അങ്ങയോടൊത്ത് സംസ്കരിക്കപ്പെട്ടല്ലോ. എൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്ന് അങ്ങയോടൊത്ത് ഉയർത്തെഴുന്നേൽക്കുവാനും അങ്ങേക്ക് സാക്ഷിയായി ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മാതാവേ, ഞങ്ങൾ ചെയ്ത പുണ്യയാത്ര ഇതിൽ വന്നു പോയ തെറ്റുകളെ നീക്കിയത് നിന്റെ പുത്രനിഷ്ടമുള്ളതാക്കി തീർക്കണേ. നിന്റെ പുത്രനിഷ്ടമുള്ളതാക്കി തീർക്കണേ. സ്വർഗീയ താതാ, നിന്റെ ജാതൻ ക്രൂശിൽ സ്വർഗമേറിയപ്പോൾ ഞങ്ങളുമീ ക്രൂശു വഴി സ്വർഗേ വാഴും നിൻ തൃപ്പാദം ചേരാൻ തുണയ്ക്കൂ. സ്വർഗേ വാഴും നിൻ തൃപ്പാദം ചേരാൻ തുണയ്ക്കൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹം അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യമായ ജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും സ്വർഗത്തിന് സാക്ഷികളായി മാറുവാനും ഞങ്ങളെ ഇതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു.